ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ശ്രീകുമാർ പള്ളിയിലേത്ത്, പ്രത്യേക ലേഖകൻ കേരള കൗമുദി. അവതരണം ബിന്ദു. ഇടുക്കി ജില്ലയിൽ പരുന്തുംപാറയിലെ ഭൂമി കയ്യേറ്റത്തെക്കുറിച്ച് സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപമാണ് കോൺഗ്രസ് അംഗം മാത്യു കുഴൽനാടൻ ഇന്ന് നിയമസഭയിൽ കൊണ്ടുവന്നത്. വിഷയം ഭൂമി കയ്യേറ്റമായിരുന്നെങ്കിലും അത് പട്ടയ വിതരണത്തിലേക്കും ഇടുക്കി പാക്കേജിലേക്കുമൊക്കെ വഴിമാറിപ്പോയി. റവന്യൂ മന്ത്രി കെ രാജൻ വിഷയവുമായി ബന്ധപ്പെട്ട സമഗ്രമായ വിശദീകരണമാണ് നൽകിയത്. എന്നാൽ വ്യാജ പട്ടയമുണ്ടാക്കി വ്യാപകമായി ഭൂമി കയ്യേറ്റമാണ് പരുന്തുംപാറയിൽ നടക്കുന്നതെന്ന് ഉപക്ഷേപത്തിനുള്ള നോട്ടീസ് അവതരിപ്പിച്ചുകൊണ്ട് മാത്യു കുഴൽനാടൻ പറഞ്ഞു. പാറക്കെട്ടുകൾക്ക് നിയമപരമായി പട്ടയ സാധ്യത ഇല്ലാതിരുന്നിട്ടും ഏക്കർ കണക്കിന് ഭൂമിക്കാണ് അവിടെ പട്ടയം നൽകിയിട്ടുള്ളതെന്ന് കുഴൽനാടൻ ചൂണ്ടിക്കാട്ടി. വലിയ ലോബിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം വിശദമാക്കി. ഭൂമി കയ്യേറ്റത്തിനെതിരെ ശക്തമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു. ഇടുക്കിയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ് കയ്യേറ്റത്തിന് ഒരു പ്രധാന കാരണം. ഒരു സർവേ നമ്പറിൽ തന്നെ ഏക്കർ കണക്കിന് ഭൂമിയാണ് ഉണ്ടാകുക. കുടിയേറ്റക്കാരെയും കയ്യേറ്റക്കാരെയും ഒരുപോലെ കാണില്ലെന്നും അർഹതയുള്ള കുടിയേറ്റക്കാർക്ക് പട്ടയം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. 55,000 പേരുടെ വിവരശേഖരണം നടത്തി. സംയുക്ത പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇടുക്കിയിലെ പട്ടയ വിതരണം നിർത്താനുള്ള കോടതി ഉത്തരവിനെതിരെ സർക്കാർ സത്യവാങ്മൂലം നൽകി. സ്റ്റേ ഒഴിവാക്കാൻ നടപടി എടുക്കണമെന്ന് അഡ്വക്കേറ്റ് ജനറലിനോടും ആവശ്യപ്പെട്ടു. ഏലമലക്കാടുകൾ പൂർണ്ണമായി റിസർവ് വനമല്ലെന്നാണ് സർക്കാർ നിലപാട്. ഭൂപതിവ് നിയമ ഭേദഗതിയിലെ ചട്ടങ്ങൾ ഏപ്രിലിൽ പാസാക്കും. കയ്യേറ്റക്കാർക്കെതിരെ തുടർച്ചയായ അന്വേഷണം നടത്തി നടപടിയെടുക്കും. കയ്യേറ്റം സ്ഥിരീകരിച്ചാൽ ശക്തമായ നടപടിയെടുക്കും. കയ്യേറ്റക്കാരോട് സർക്കാർ അടിയറവ് പറയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. മന്ത്രിയുടെ വിശദീകരണത്തോടെ വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. കുടിയേറ്റക്കാർക്ക് പട്ടയം നൽകി സംരക്ഷിക്കണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ അഭിപ്രായം. കയ്യേറ്റക്കാരെ കൈകാര്യം ചെയ്യേണ്ടത് മറ്റു തരത്തിലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പരുന്തുംപാറ മേഖലയിൽ വ്യാജ പട്ടയമുണ്ടാക്കി ആയിരക്കണക്കിന് ഏക്കർ സർക്കാർ ഭൂമി കയ്യേറിയതായി കാണിച്ച് വില്ലേജ് ഓഫീസറും താലൂക്ക് സർവേയറും റിപ്പോർട്ട് കൊടുത്തിട്ടും ഒരു നടപടിയും എടുത്തില്ല. ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. നദികളിലെ മണൽ വാരാൻ ചട്ടഭേദഗതി ഉടൻ കൊണ്ടുവരുമെന്ന് കെ രാമചന്ദ്രന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി മന്ത്രി കെ രാജൻ നിയമസഭയിൽ പറഞ്ഞു. മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ അനുമതിയുണ്ടെങ്കിലേ മണൽ വാരാനാകൂ. കോടതി ഉത്തരവുകൾ പ്രകാരം അത് നൽകാനാകില്ല. ഇത് മറികടക്കാനാണ് മൈനിംഗ് ചട്ടം രൂപീകരിച്ച് ഭേദഗതികൾ കൊണ്ടുവരുന്നത്. മണൽ വാരലിലൂടെ ലഭിക്കുന്ന ഫണ്ട് നദികളും ജലാശയങ്ങളും സംരക്ഷിക്കാൻ ഉപയോഗിക്കും. 5 ജില്ലകളിലെ മണൽ വാരാൻ സ്റ്റേറ്റ് അതോറിറ്റി അനുമതി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. കണ്ണൂർ വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കാൻ സമയബന്ധിതമായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ പറഞ്ഞു. ഇക്കാര്യങ്ങളെക്കുറിച്ച് ബന്ധപ്പെട്ടവരുമായി വിശദമായി ചർച്ച നടത്താൻ മുഖ്യമന്ത്രി തലത്തിൽ ഈ മാസം യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, കെ വി സുമേഷ് എന്നിവരുടെ സബ്മിഷന് മറുപടിയായി അദ്ദേഹം സഭയെ അറിയിച്ചു. കണ്ണൂർ വിമാനത്താവളത്തിനു വേണ്ടി ഒന്നാം ഘട്ടമായി 1113.33 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് കൈമാറിയിട്ടുണ്ട്. രണ്ടാം ഘട്ടമായി 804.37 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടി പുരോഗമിക്കുകയാണ്. വിമാനത്താവള വികസനത്തിന്റെ ഭാഗമായ വ്യവസായ പാർക്ക് സ്ഥാപിക്കുന്നതിന് 1970.05 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടതിനായി കോളാരി, കീഴല്ലൂർ വില്ലേജുകളിൽപ്പെട്ട 21.81 ഹെക്ടർ ഭൂമി ഏറ്റെടുത്ത് കിൻഫ്രയ്ക്ക് കൈമാറിയിട്ടുണ്ട്. വിമാനത്താവളത്തിന്റെ റൺവേയുടെ നീളം 4000 മീറ്ററായി ദീർഘിപ്പിക്കുന്നതിന് കീഴല്ലൂർ വില്ലേജിൽ ഉൾപ്പെട്ട 245.33 ഏക്കർ ഭൂമി നോട്ടിഫൈ ചെയ്തിരുന്നു. റൺവേ എക്സ്റ്റൻഷന് 750 കോടി രൂപയും പുനരധിവാസത്തിന് 150 കോടി രൂപയും ഉൾപ്പെടെ 900 കോടി രൂപയുടെ നിർദ്ദേശം കണ്ണൂർ ജില്ലാ കളക്ടർ സമർപ്പിച്ചിരുന്നു. ഇത് സർക്കാരിന്റെ പരിശോധനയിലാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ശാസ്താംകോട്ട കായലിന്റെ വൃഷ്ടി പ്രദേശത്തെ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള തണ്ണീർത്തടങ്ങളിൽ വീട് വെച്ച് താമസിക്കുന്ന 15 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു. ഇവിടങ്ങളിൽ അനധികൃത നിർമ്മാണവും കയ്യേറ്റവും നിരോധിച്ചിട്ടുണ്ട്. കായൽ പുറമ്പോക്കായതിനാൽ ഭൂമി പതിവും സാധ്യമല്ല. തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുകയും നിലനിർത്തുകയും വേണ്ടതാണ്. ഈ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ അനുയോജ്യമായ ഭൂമി കണ്ടെത്താൻ കൊല്ലം കളക്ടർക്ക് നിർദ്ദേശം നൽകിയതായും കോവൂർ കുഞ്ഞുമോന്റെ സബ്മിഷന് മറുപടിയായി മന്ത്രി പറഞ്ഞു.
മലപ്പുറം ജില്ലയിലെ ടൂറിസം കേന്ദ്രമായ മിനി ഊട്ടിയിലേക്കുള്ള 2 റോഡുകൾ BMBC നിലവാരത്തിലേക്ക് ഉയർത്തുന്നത് പരിഗണിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് P. ഉബൈദുള്ളയുടെ സബ്മിഷന് മറുപടി നൽകി. മലപ്പുറം നിയോജക മണ്ഡലത്തിലെ 101.63 കിലോമീറ്റർ റോഡ് BMBC നിലവാരത്തിലാക്കി. സംസ്ഥാന ശരാശരിയേക്കാൾ മുകളിലാണിത്. 50% റോഡുകൾ BMBC നിലവാരത്തിലേക്ക് മാറ്റുകയായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന നിർമ്മാണ രീതിയാണ് BMBC. ചെലവ് കൂടുതലാണ്. 1 കിലോമീറ്ററിന് ചിപ്പിംഗ് കാർപ്പറ്റ് റോഡ് നിർമ്മാണത്തെക്കാൾ 50 ലക്ഷത്തിലധികം രൂപ കൂടുതലാണ്. 5 വർഷം കൊണ്ട് 50% റോഡുകൾ BMBC റോഡുകളാക്കുക എന്ന ലക്ഷ്യം 3.5 വർഷം കൊണ്ട് തന്നെ പൂർത്തീകരിക്കാനായി. നിലവിൽ 60%-ലധികം റോഡുകൾ BMBC റോഡുകളായി മാറിയിട്ടുണ്ടെന്നും മന്ത്രി വിശദമാക്കി. പ്രവാസി മലയാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നോർക്ക വഴി നടപ്പാക്കുന്നത് പരിഗണനയിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജില്ലകളിൽ കളക്ടർ അധ്യക്ഷനായി ജില്ലാ പ്രവാസി പരാതി പരിഹാര സമിതികളുണ്ട്. ഇവ മാസത്തിലൊരിക്കൽ ചേർന്ന് പരാതികളിൽ നടപടിയെടുക്കും. 18-നും 60-നും വയസ്സിനും ഇടയിലുള്ള പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വമെടുത്ത് അംശാദായം അടയ്ക്കുന്നവർക്കാണ് പ്രവാസി കേരളീയ ക്ഷേമ ബോർഡിൽ നിന്ന് ആനുകൂല്യം ലഭിക്കുക. 8 ലക്ഷത്തോളം അംഗങ്ങളും 70,000-ഓളം പെൻഷൻകാരുമാണുള്ളത്. പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതും ക്ഷേമനിധി അംഗത്വത്തിനുള്ള പ്രായപരിധി ഉയർത്തുന്നതും ഇപ്പോൾ പരിഗണനയിലില്ലെന്നും TV ഇബ്രാഹിമിന്റെ സബ്മിഷന് മുഖ്യമന്ത്രി മറുപടി നൽകി. അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ്, അങ്കമാലി ബൈപ്പാസ് എന്നിവ യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് റോജി M. ജോണിന് മറുപടി നൽകി. അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് നിർമ്മാണത്തിന് ചരക്കു സേവന നികുതിയും റോയൽറ്റിയും ഒഴിവാക്കി 424 കോടി രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യത സംസ്ഥാനം വഹിക്കും. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പുരോഗമിക്കുകയാണ്. സർവേ പൂർത്തിയാക്കി നഷ്ടപരിഹാര വിതരണത്തിലേക്ക് കടക്കുമെന്നാണ് ദേശീയപാത അതോറിറ്റി അറിയിച്ചത്. കിഫ്ബി പദ്ധതിയായി നിർമ്മിക്കുന്ന അങ്കമാലി ബൈപ്പാസും സ്ഥലമേറ്റെടുക്കൽ ഘട്ടത്തിലാണ്. പദ്ധതിക്കായി 275.52 കോടി രൂപ കിഫ്ബി അനുവദിച്ചിട്ടുണ്ട്. ന്യായവില പുനർനിർണയം പൂർത്തിയായാൽ തുടർ നടപടികളിലേക്ക് കടക്കും. ദേശീയപാത 66-ന് സ്ഥലമേറ്റെടുക്കലിന്റെ 25%-മായ 5,580 കോടി രൂപ സംസ്ഥാനം നൽകി. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ്, കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് ഹൈവേ, അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് എന്നിവയ്ക്ക് 2,370.59 കോടി രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യതയാണ് സംസ്ഥാനം ഏറ്റെടുക്കുന്നതെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് വിശദമാക്കി. എക്സൈസ്, വിദ്യാഭ്യാസം, കായിക വിനോദം, കല, സംസ്കാരം, നഗരവികസനം, തൊഴിലും തൊഴിലാളി ക്ഷേമവും പ്രവാസി ക്ഷേമവും, പഞ്ചായത്ത്, ഗ്രാമവികസനം, സാമൂഹിക സുരക്ഷിതത്വവും ക്ഷേമവും തുടങ്ങിയ വകുപ്പുകളുടെ ധനാഭ്യർത്ഥനയും സഭ പാസാക്കി. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്.